ഞാനേ ഇന്നൊരു നല്ല ഒരു കിട്ടിയ സബ്ജക്റ്റ് പറയാനാണ്. ആക്ച്വലി ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബ് എടുത്ത് കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാനിപ്പോൾ ചിലപ്പോൾ ഈ നമ്മൾ ഓരോ സാഹചര്യം അനുസരിച്ചാണ് നമുക്ക് റീൽസ് ആയിട്ട് യൂട്യൂബ് ഷോർട്സ് ആയിട്ട് യൂട്യൂബ് വീഡിയോസ് ആയിട്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാനും പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് എനിക്ക് കൂടുതൽ ബേബീസിൻ്റെ ഇത് അങ്ങനത്തെ ഇതൊക്കെ വരാം. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് എവിടെ നോക്കിയാലും ഒരു കമ്പാരിസൺ ഉണ്ടല്ലോ, നോർമൽ ഡെലിവറി ആണോ നല്ലത്, C-സെക്ഷൻ ആണോ നല്ലത്, അങ്ങനത്തെ ഒരു വർത്താനം മൊത്തത്തിൽ എവിടെ നോക്കിയാലും അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ വന്നിട്ട് ഈ കമൻറ്റൊക്കെ നോക്കി ഞാൻ വന്നിട്ട് കമൻറ്റ് വായിക്കാൻ വെച്ചാൽ എനിക്ക് കമൻറ്റ്സ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഇതുപോലത്തെ വീഡിയോസൊക്കെ വരുന്നത് ചിലപ്പോൾ അത് കമൻറ്റൊക്കെ ചിലപ്പോൾ ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതുപോലുള്ള കുറേ വീഡിയോസ് ഇപ്പോൾ പറയുന്നുണ്ട്. ഈ കമൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഫൈറ്റാണ്. ഈ മറ്റേ ഈ ഫാൻ ഫൈറ്റ് എന്നൊക്കെ പറയും പോലെയാണ് C-സെക്ഷനും നോർമൽ ഡെലിവറിക്കാരും കൂടെ തമ്മിൽ വഴക്ക്. മനസ്സിലായോ? ഞാൻ ഈ പറയുന്നത് കുറേ പച്ച റിലേറ്റഡാണ്. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ C-സെക്ഷൻ ആയാലും നോർമൽ ഡെലിവറി രണ്ടും കണക്കാണ്. പെയിൻ എന്ന് പറയുന്നത് ഒന്ന് പ്രസവിച്ചാൽ മാത്രമേ അമ്മയാവൂ എന്നൊരു ഇതില്ല. അതൊന്ന്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ ഈ നോർമൽ ഡെലിവറി എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും അറിയാമല്ലോ, പറഞ്ഞിരേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരും നല്ലപോലെ അറിയാം. അത്രയും പെയിനാണ്. അത് നോർമൽ സുഖപ്രസവം എന്ന് പറയാൻ അതിന് പറ്റില്ല. അതൊന്നാത്ത കാര്യം. അത്രയും പെയിൻ സഹിച്ചാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. ഇപ്പോൾ ഈ C-സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് അനസ്തേഷ്യ തന്നു കഴിഞ്ഞ് പിന്നെ കുറച്ച് നമുക്ക് ആ ദേഹം മൊത്തം വരയിപ്പിച്ച് ബാക്കി ആ പ്രോസസ്സൊക്കെ ചെയ്ത് നമുക്ക് പിന്നെ ബോധം വരുമ്പോഴായിരിക്കും നമുക്ക് ആ പെയിൻ ആയിരുന്നു തുടങ്ങുന്ന സ്റ്റിച്ചിൻ്റെ. അത് നമ്മുടെ അടിവേറെ ഭാഗത്ത്. മനസ്സിലായോ? അപ്പം ഫസ്റ്റ് വാക്ക് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വീഡിയോ ഉണ്ട്. C-സെക്ഷൻ ആയിട്ടുള്ള ഫസ്റ്റ് വാക്ക് ഭയങ്കര പെയിൻ അല്ല എന്നാരും പറയില്ല. C-സെക്ഷൻ ആയാലും നോർമൽ ഡെലിവറിക്കാർക്കായിരുന്നാലും ആദ്യം പ്രസവം കഴിഞ്ഞ് സുഖപ്രസവം എന്ന് പറയുകയും ചെയ്യും. സുഖപ്രസവം കഴിഞ്ഞ് അവർ ഫസ്റ്റൊക്കെ നടത്തുമ്പോൾ അവർക്ക് ഭയങ്കര പെയിനാണ് ഇല്ലേ? അപ്പോൾ രണ്ടും നമ്മൾ ഈക്വലായിട്ട് കാണണം. നോർമൽ ആയാലും ഇത് C-സെക്ഷൻ ആയാലും തന്നെ നമ്മൾ കരുതണം ഇല്ലേ? ഇത് അതിന് പകരം എൻ്റെ പൊന്നോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അടി തന്നെ മുമ്പ് പ്രസവിച്ചാലും അമ്മ ആവുള്ളൂ. അതൊരു സൈഡ് ടീംസ്. മറ്റേ ടീംസ് C-സെക്ഷൻ ആയതുകൊണ്ട് ഞങ്ങൾ അനുഭവിച്ച വേദന അത് വേറൊരു സൈഡ്. എൻ്റെ ഒരു കേസ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ 22 വയസ്സിലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് 28-29 വയസ്സായി. അപ്പം എൻ്റെ ഫസ്റ്റ് മോളുടെ ഡെലിവറി സമയത്ത് എനിക്ക് പെയിൻ നല്ല നോർമൽ ഡെലിവറി ആയിരുന്നു. ആ ഒരു പെയിനും ഉണ്ടായിരുന്നു, പുഷിങ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഡെലിവറി സംഭവം എനിക്ക് സ്പേസ് ഇല്ലായിരുന്നു. 2 ഫിംഗർ സ്പേസ് ഒന്നും ഉണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ എനിക്ക് C-സെക്ഷനാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ആ നോർമൽ പള്ളി ചേർക്കുന്നു. അപ്പം ആ നോർമൽ ഡെലിവറി ആ ഒരു സുഖപ്രസവത്തിന് ആ ഒരു ഏകദേശം അതിൻ്റെ പെയിനും C-സെക്ഷൻ്റെ പെയിനും എല്ലാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ടും നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ടതല്ല. രണ്ടും വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഓരോ അമ്മമാരും ഓരോ മക്കൾക്ക് ജന്മം നൽകുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പരസ്പരം വഴക്കടിക്കാതെ നമുക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടണം എന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാതെ. C-സെക്ഷൻ ആയാലും ശരി, C-സെക്ഷൻ ചെയ്യുന്നത് എന്തുകൊണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും റീസൺ കൊണ്ടൊക്കെ ആയിരിക്കും C-സെക്ഷൻ. വെറുതെ ഒരാൾക്ക് C-സെക്ഷൻ ചെയ്യില്ല. അപ്പോൾ ഞാൻ എൻ്റെ കേസിൽ പറഞ്ഞു എനിക്ക് സ്പേസ് ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയാണ് സജസ്റ്റ്. അപ്പോൾ പറഞ്ഞു ഞാൻ ഓൾറെഡി അതിനകത്ത് പറയുന്നുണ്ട് എനിക്ക് സിസേറിയൻ ചെയ്താൽ മതി, എനിക്ക് നോർമൽ വേണം. കാരണം ആ ഒരു പേടി, ഒരു ഉൾഭയം അതെനിക്കാണെങ്കിൽ പുഷിങ് ഉണ്ട്. പക്ഷേ മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ഓൾറെഡി കരഞ്ഞ് വിളിച്ച് കൂറുണ്ടായിരുന്നു. അതൊന്നും അങ്ങനെയാണ്. പിന്നെ എനിക്ക് C-സെക്ഷൻ ചെയ്തു. അപ്പോൾ അപ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള ഭാവയല്ലേ കിട്ടേണ്ടത് അല്ലേ? അല്ലാതെ ഈ പരസ്പരം കണ്ടിട്ട് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് പറഞ്ഞ റീൽസ് എല്ലാം ഇങ്ങനെ റീൽസ് മാത്രമല്ല യൂട്യൂബ് തമ്മിൽ. പിന്നെ മാക്സിമം എല്ലാ റിപ്പോർട്ട് വിടാൻ ചെയ്യണം. എന്നാലും നാശം എവിടെ കൂടി ഇങ്ങനെ താഴ്ന്ന റീൽസ് കയറി ഒഴിവാക്കുക. രണ്ടും അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ അമ്മമാരും ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കണം. അപ്പം എനിക്കിത് കുറേ ദിവസം എൻ്റെ റീൽസ് ഇങ്ങനെ വന്നതുകൊണ്ട് എനിക്കത് ഇന്ന് ഞാൻ കണ്ടു കുറച്ച് മുന്നേ. അവിടെ നോക്കിയപ്പോഴും ഇപ്പോഴും പുറലൊക്കെ കാണാത്ത കുറേ ടീംസ് ഉണ്ട്. അതായത് വെളിവും ബോധവും ഒന്നും വരാത്ത കുറേ ആൾക്കാർ ഇപ്പോഴും നമുക്കിടയിലുണ്ട്. മനസ്സിലായോ? അപ്പം അവരുടെയൊക്കെ ഡയലോഗും കമൻറ്റൊക്കെ കാണുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെച്ചിട്ട് ഞാൻ പറയാം, രണ്ടും നമ്മൾ തള്ളിക്കളയുന്ന നിസ്സാര കാര്യമല്ല. C ആയാലും നോർമൽ എന്ന് പറച്ചിലേ ഉള്ളൂടാ. സുഖപ്രസവം ചുമ്മാ പേര്